കഴിഞ്ഞ ഖുതുബയിൽ തൗഹീദ് എന്താണ് എന്നും തൗഹീദിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കിയ ആളുകൾ അവരുടെ ബാധ്യത എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരുടെ ജീവിതത്തിന് തൗഹീദ് മനസ്സിലാക്കാത്ത ആളുകളുമായി എന്ത് വ്യത്യാസങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒന്നാമത്തത് മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. റബ്ബ് എന്ന് പറഞ്ഞാൽ റുബൂബിയത്ത് നമ്മൾ മനസ്സിലുണ്ടാവണം. പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിച്ച അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ട് വെറുതെ വിടുകയല്ല ചെയ്തത്. സുമ്മ റസഖക്കും, നിങ്ങൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിച്ചു. കേരളക്കാരന് ജീവിക്കാൻ കേരളക്കാരൻ്റെതായ ഒരു സംവിധാനം ഉണ്ടാക്കി, ആഫ്രിക്കക്കാരൻ്റെതായ സംവിധാനം ഉണ്ടാക്കി, യൂറോപ്യൻ്റെതായ സംവിധാനം ഉണ്ടാക്കി. നിങ്ങളെ ജീവിപ്പിക്കുന്നു, നിങ്ങളെ മരിപ്പിക്കുന്നു. നിങ്ങളുടെ മരണത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾക്കൊരു തരിമ്പും അവകാശമില്ല. അതാണ് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു ആത്മാവിനും അറിയില്ല നാളെ എന്താണ് അവൻ സമ്പാദിക്കുന്നത് എന്ന്. എവിടെ വെച്ചാണ് ബി ഐ അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക, നിങ്ങളെ ഗർഭപാത്രത്തിൽ എന്താണ്, മഴ എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ല, യാതൊരു അവകാശമില്ല. ആരെ മകനായി ജനിക്കണം, എവിടെ ജനിക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതേപോലെ തന്നെ എവിടെ മരിക്കണം, എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരമില്ല. അപ്പൊ ഇത് അള്ളാഹുവാണ് ചെയ്യുന്നത്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യുന്ന അള്ളാഹുവിനെ നിങ്ങൾ ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നമ്മൾ വിചാരിക്കണം മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നിങ്ങളെ ബോഡിയിൽ നിങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല. അങ്ങനെ എൻ്റെ ശരീരത്തിൽ അധികാരം എനിക്കായിരുന്നെങ്കിൽ എനിക്കൊരു അസുഖവും വരുമായിരുന്നില്ല. മനുഷ്യരുടെ ശരീരത്തിൽ അധികാരമുണ്ടായിരുന്നെങ്കിൽ ഖബർസ്ഥാൻ ആവശ്യമുണ്ടാകുമായിരുന്നില്ല, ഹോസ്പിറ്റലുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നിപയും കൊറോണ വൈറസും ഉണ്ടാകുമായിരുന്നില്ല. ചെറിയൊരു വൈറസിനെ പേടിച്ചിട്ട് ലോകത്തെ വലിയ വലിയ രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ മാസങ്ങൾ വാതിലടച്ച് വീട്ടിലിരുന്നില്ലേ? സോപ്പിട്ട് കഴുകിയാൽ പോകും. അത്ര ചെറിയൊരു വൈറസിനെ പേടിച്ചിട്ട് ലോകം മുഴുവൻ അടച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ അധികാരമുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു ലോക്ക്ഡൗണോ കൊറോണ വൈറസോ കോവിഡോ നിപയോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അതില്ല, ഉണ്ടെന്ന് പറയാൻ കേൾക്കാൻ നല്ല ആകർഷണീയമായൊരു മുദ്രാവാക്യമാണ്. യഥാർത്ഥത്തിൽ ആ അധികാരം മനുഷ്യനില്ല.